പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായി ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിനിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ചത്. പൗലോസിന്റെ ഫിലിപ്പിയിലെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ നടന്ന ചില സംഭവങ്ങളെ ഊന്നിയാണ് ഈ ദൈവത്തിന്റെ വചനം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതിലൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയിലെ ഭാവി വലയം പറയുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ എന്ന് പറയുന്നത്, ഫിലിപ്പിയിൽ സുവിശേഷം തുടർന്നും പൗലോസ് അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദുരാത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടുമുട്ടി. ആളുകളുടെ ഭാവി ബലം പറഞ്ഞ് അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ലാഭം ഉണ്ടാക്കി കൊടുത്തിരുന്നു. അവൾ അപ്പോസ്തലന്മാരുടെ പിന്നാലെ നടന്ന് ശല്യമുണ്ടാക്കി. പൗലോസ് അവളുടെ ഭൂതത്തെ ശാസിച്ച് പുറത്താക്കി. തന്മൂലം അവളുടെ യജമാനന്മാർക്ക് ലാഭം നിന്നുപോയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പൗലോസിനെയും ശീലാസിനെയും തടവിലാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കാരാഗ്രഹത്തിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും അർദ്ധരാത്രി ദൈവത്തെ പാടിസ്തുതിച്ചപ്പോൾ അന്ന് വരെ ഉണ്ടാക്കാത്ത വലിയ അത്ഭുതം കാരാഗ്രഹത്തിൽ സംഭവിക്കുകയാണ്. എന്താണ്? കാരാഗ്രഹത്തിൽ അടിസ്ഥാനം കുലുങ്ങി. പൗലോസിന്റെ ശീലാസിന്റെ കൈമുള്ള ചങ്ങല കഴിഞ്ഞു വീണു. കാരാഗ്രഹം എല്ലാവരുടെയും ചങ്ങല കഴിഞ്ഞു വീണു. അങ്ങനെ കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് എല്ലാവരും രക്ഷപ്പെട്ടു എന്ന ചിന്തയിൽ അവൻ സ്വയം മരിക്കുവാൻ ഒരുങ്ങുമ്പോഴാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ഇവിടെയുണ്ട്, നിനക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ ആരും രക്ഷപ്പെട്ടിട്ടില്ല. തുടർന്ന് കാരാഗ്രഹം ചോദിക്കുക, യജമാനന്മാരി രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോഴാണ് പൗലോസ് പറയുന്നത്, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നോ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അതെ, ഇവിടെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വചനം കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഈ കാലഘട്ടത്തിലെ പ്രതികരണമാണ്. അപ്പൊ മനുഷ്യർക്ക് തന്നെ താൻ രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന വേദപുസ്തകമാണ് വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ കൃപയും കരുണയും കൊണ്ട് മാത്രമേ ഒരു പാപിയായ മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ അർത്ഥം രക്ഷയുടെ പ്രക്രിയ എന്ന് പറയുന്നത് അതിനകത്ത് മനുഷ്യന് യാതൊരു പങ്കുമില്ല. രക്ഷ ദൈവത്തിന്റെ സ്വന്തമാണ്. അത് ദൈവത്തിന് നമുക്ക് ലഭിക്കുന്ന സൗജന്യമായി ലഭിക്കുന്നതാണ്. അത് ദൈവത്തിന് മാത്രം തരാൻ കഴിയുന്നതാണ്. മനുഷ്യനോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കോ മതങ്ങൾക്കോ മത നേതാക്കന്മാർക്കോ ഇവിടുത്തെ ഒരു പ്രമാണങ്ങൾക്കോ രക്ഷയ്ക്ക് പങ്കില്ല. രക്ഷ ദൈവം നമുക്ക് നൽകുന്നതാണ്. കർത്താവ് ക്രൂശിൽ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ചെങ്കിലും എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല. നമുക്ക് ദൈവം പ്രദാനം ചെയ്ത രക്ഷ ലഭിക്കുന്നത് ഒരു കാര്യം മാത്രമേ അതിന് കാരണമുള്ളൂ. കാരണം കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിലൂടെ പാപത്തിന് പരിഹാരം നൽകി രക്ഷ നൽകുന്നവൻ യേശുവാണെന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ആ രക്ഷ യേശുവിൽ നമുക്ക് ലഭിക്കും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, നിങ്ങൾ സകല മനുഷ്യൻ പാപത്തിന് അധീനമായ ശരീരത്തിലാണ് വസിക്കുന്നത്. നിങ്ങൾക്ക് സ്വയം രക്ഷിക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് കാരാഗ്രഹ പ്രമാണി പോലും യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പൗലോസ് പറഞ്ഞത്, പൗലോസിന്റെ ശീലാസിന്റെ കയ്യിൽ രക്ഷയുണ്ടെന്നല്ല പറഞ്ഞത്. പിന്നെന്താണ് പറഞ്ഞത്? കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അത് ലോകമെമ്പാടും വചനം കേൾക്കുന്ന സകലരും പറയട്ടെ, നീ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് യേശുക്കളുടെ രക്ഷ നിന്റെ ജീവിതത്തിലേക്ക് വരും. രക്ഷ എന്ന് പറയുന്ന വ്യക്തിപരമാണ് അല്ലെ? അപ്പൊ ക്രിസ്തുവിലുള്ള വിശ്വാസം അർത്ഥമാക്കുന്നത് യേശു ക്രിസ്തുവും ദൈവത്തിന്റെ പുത്രനുമാണെന്ന് നാം വിശ്വസിക്കുക. ആ വിശ്വസിക്കുന്ന വ്യക്തിയിലാണ് രക്ഷയുടെ അനുഭവം പ്രവേശിക്കുന്നത്. യേശുവിനെ ഒരാളുടെ ഹൃദയത്തിലും ജീവിതത്തിൽ നാം ഉൾക്കൊള്ളുമ്പോൾ, പ്രവേശിക്കുമ്പോൾ, നമ്മൾ സ്വീകരിക്കുമ്പോൾ അവനിൽ പരിപൂർണ ആശ്രയം അർപ്പിക്കുന്നതിനോടുകൂടി ആ മനുഷ്യൻ രക്ഷ പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ, പരിപൂർണമായി നിന്നെ അർപ്പിക്കുമ്പോൾ നീ രക്ഷ പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം അങ്ങനെ പറയുന്നത്, നമ്മുടെ ഹൃദയത്തിൽ അവനോട് പ്രതിജ്ഞാബദ്ധമാകുന്ന, അവനോട് പ്രതിജ്ഞയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. മാത്രമല്ല നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ പാപങ്ങളെ കുറിച്ച് അനുദപിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് തിരിയുവാൻ കഴിയണം. ഒന്ന് പാപത്തെ കുറിച്ച് അനുദപിക്കണം,
നമ്മൾ ഏറ്റുപറയണം. പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് വരണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നമുക്കും ശരിയായ നിലയിൽ വിശ്വാസമുണ്ടെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ യേശുക്രിസ്തു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നീ ആ രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. ഇന്ന് പലർക്കും കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് രക്ഷകനായി സ്വീകരിക്കാൻ കഴിയാതെ മനുഷ്യൻ പലവിധമായി കുടുക്ക് തന്ത്രങ്ങളിലൂടെ രക്ഷ പ്രാപിക്കാൻ ഓടി നടക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ കുടുക്ക് തന്ത്രങ്ങളും നിന്റെ സൂത്രപ്പണിയിലൂടെയൊന്നും രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല. മനുഷ്യർക്ക് ആർക്കും നിന്നെ രക്ഷിപ്പാൻ കഴിയില്ല. പാപത്തിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് നരകത്തിന് തുല്യമായി നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി കണ്ണുനീരിന്റെ നടുവിലൂടെ നീ കടന്നു പോകുമ്പോൾ, അന്ധകാരത്തിന്റെ ശക്തികൾ, വ്യാപാരി ദുരാത്മാവിന്റെ പോരുകൾ നിന്റെ കുടുംബത്തോട്, ആഭിചാര മന്ത്രവ ദുർമന്ത്ര ദുർശക്തികൾ ഒന്നിച്ച് പോരാടുമ്പോൾ നിനക്കതിന് മോചനം പ്രാപിപ്പാൻ നിന്റെ പണം കൊണ്ട് കഴിയില്ല, നിന്റെ വിദ്യാഭ്യാസം കൊണ്ട് കഴിയില്ല, നിന്റെ കായിക ബലം കൊണ്ട് കഴിയില്ല, നിന്റെ അറിവ് കൊണ്ട്, പരിജ്ഞാനം കൊണ്ട്, ലോകപരിചയം കൊണ്ട് കഴിയില്ല. രക്ഷ യേശുവിന്റെ സ്വന്തമാണ്. അതുകൊണ്ട് ഇത് പകൽ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ശ്രോതാവേ, ഇപ്പോൾ തന്നെ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്ത്, യേശുവെ, അങ്ങേക്ക് മാത്രമേ രക്ഷ നൽകാൻ കഴിയൂ. എന്റെ കുടുംബത്തെ വിടിവിക്കുവാൻ, എന്റെ മക്കളെ വിടിവിക്കുവാൻ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവിനെ, എന്റെ അപ്പനെ, അമ്മ, എന്റെ സഹോദരങ്ങളെ ഈ പാപത്തിന് അധീനമായി ശരീരത്തിൽ വിടിവിക്കുവാൻ, ഹല്ലേലൂയ, അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ എന്നവ നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച കർത്താവേ, ആ രക്ഷ ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ കർത്താവ് നിന്നോട് മനസ്സലിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത് പകലിനെ കേൾക്കുന്ന പ്രശ്നികത, നീ കർത്താവിനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് നിന്റെ പാപങ്ങളെ ഏറ്റുപറയണം. സത്യം മറച്ചു വെക്കാൻ ഒരിക്കലും കഴിയില്ല. സത്യം എന്നും വെളിപ്പെടുക തന്നെ ചെയ്യും. യേശു വഴിയും സത്യവും ജീവനുമാണ്. ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് പലരും രക്ഷയുടെ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. യേശു എന്ന സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് രക്ഷയുടെ സന്ദേശം ഈ ലോകത്തിൽ ആരെല്ലാം പ്രസിദ്ധമാക്കിയാലും പ്രസംഗിച്ചാലും ആ മനുഷ്യർക്ക് രക്ഷ നേടാൻ കഴിയില്ല. കാരണം സത്യം യേശുക്രിസ്തു മാത്രമാണ്. ആ സത്യത്തിന്റെ പാതയിലേക്ക് വരണം. സത്യത്തെ മറച്ചു വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഈ നാളുകൾ ഈ രക്ഷയുടെ സന്ദേശം വിളിച്ചു പറയുന്നത് കൊണ്ട് ഇരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ സ്വന്തം പരിശ്രമം കൊണ്ട്, സ്വന്തം ബുദ്ധി കൊണ്ട്, സ്വന്തം ഇഷ്ടം കൊണ്ട്, ഇച്ഛ കൊണ്ട്, ഞങ്ങളുടെ കഴിവ് പ്രാപ്തി കൊണ്ട് ഞങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പലതിലും പ്രവർത്തിച്ചും നടന്നും ചുറ്റിയും കറങ്ങിയൊക്കെ നോക്കി, എന്നിട്ടും രക്ഷ കിട്ടാതെ വന്നപ്പോൾ യഥാർത്ഥ രക്ഷകൻ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ പാപത്തെ ഏറ്റു പറഞ്ഞപ്പോഴാണ് ആ രക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രായോഗികമായി കിട്ടിയത്. അതുകൊണ്ട് ഈ രക്ഷയുടെ സന്തോഷമാണ് ശ്രോതാവി ഞങ്ങൾ വിളിച്ചു പറയുന്നത്. എന്നെ കേൾക്കുന്ന മാതാവി, ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത്, സഹോദരൻ, നിന്റെ കുടുംബത്തിൽ കണ്ണുനീരല്ലേ? ആമി പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? പരസ്പര ബന്ധമുണ്ടോ? പരസ്പര വ്യത്യാസം, പരസ്പര ബന്ധമില്ലാത്ത വാക്കുകളല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ആമി ജീവിതത്തിൽ സമാധാനമില്ല. അധ്വാനിക്കുന്നുണ്ട്, പണം ഉണ്ടാക്കുന്നുണ്ട്, ജോലിയുണ്ട്, പ്രാമില്ല, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, പക്ഷേ നിനക്ക് സമാധാനമുണ്ടോ? അതുകൊണ്ട് ഇന്ന് പകൽ യേശു പറയുകയാണ്, ആമീൻ, നിനക്ക് കഴിയാത്തത്, ലോകത്തിന് കഴിയാത്തത്, ലോക നിയമങ്ങൾക്ക് കഴിയാത്തത്, ഇവിടുത്തെ പ്രമാണങ്ങൾ മതങ്ങൾക്ക് കഴിയാത്ത ഒന്നെന്റെ കൈവശമുണ്ട്. അത് നിന്റെ രക്ഷയാ. അത് ഞാൻ നിനക്ക് തരാൻ പോകുകയാ. നിന്റെ ഹൃദയം കൊണ്ട് നീ എന്നെ സ്വീകരിക്കുന്നെങ്കിൽ, നിന്റെ പാപം നീ പറയുന്നെങ്കിൽ, ഞാൻ നിനക്ക് വേണ്ടി കാൽവരിയിൽ ചൊരിയപ്പെട്ട രക്തമുണ്ടല്ലോ, അത് നിന്റെ മേൽ ആമി ഒഴിച്ച് നിന്റെ പാപത്തിന്റെ കറകളെ കഴുകി നിന്നെ ഞാൻ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരും. നീ എന്നെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നിന്റെ പാപങ്ങളെ ഏറ്റുപറ. അതെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത് എന്റെ പാപം ഏറ്റുപറ. രക്ഷ എന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മണ്ഡത്തിലൂടെ നമുക്ക് ലഭ്യമായതാണ്. അവന്റെ ക്രൂശ് മണ്ഡത്തിൽ ലഭ്യമായി ഈ രക്ഷ നാം പ്രാപിക്കുന്നെങ്കിൽ മാത്രമേ മരണാനന്തരം നിത്യമായി ജീവിതത്തിൽ, നിത്യമായി സ്വർഗത്തിൽ, നിത്യമായി പർദീസിൽ നമുക്ക് എത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിത്യ നരകത്തിന് അധീനമായി നഷ്ടപ്പെട്ടു പോകും. ശ്രോതാവി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കാരാഗ്രഹ പ്രമാണി പോലും രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പൗലോസ് ചോദിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ കേട്ട വചനം കാരാഗ്രഹ പ്രമാണി ഏറ്റെടുത്ത് അവനും അവന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചതുപോലെ കർത്താവ് ഈ ലോകത്തുള്ള സകല കുടുംബങ്ങൾ പാപത്തിന് അധീനമായി ശാപത്തിന് ദുർമന്ത്രവാദങ്ങൾക്ക് വിധേയപ്പെട്ട് സമാധാനമില്ലാതെ കഴിയുമ്പോൾ രക്ഷയ്ക്ക് ഏക കാരണമായി യേശുക്രിസ്തുവിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിച്ചുകൊണ്ട് ജനം വിശുദ്ധീകരിക്കപ്പെടുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആരും നഷ്ടപ്പെട്ടു പോകരുത്. അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവ് ജനം മടങ്ങി വരട്ടെ. പാപങ്ങൾക്ക് പരിഹാരം, ശുദ്ധീകരണം വരുത്തി യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലത്തിൽ നീതി വെളിപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.